ഉള്ള തർക്കത്തെ തുടർന്ന് സംഭവത്തിൽ അയൽവാസികളായ അച്ഛനും മക്കളും കസ്റ്റഡി. വാർത്തകൾ വിശദമായി നോക്കാം. കാനഡയിൽ ജനക്കൂട്ടത്തിലേക്ക് കാർ ഇടിച്ചു കയറി നിരവധി പേർ മരിച്ചു. വാൻകൂർ നഗരത്തിലാണ് സംഭവം. ഡ്രൈവർ കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ്. വിസ്മയ, എന്താണ് സംഭവം? വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ആതിര, കാനഡയിലെ വാങ്കുവാറിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത്. അപകടമാണോ ആക്രമണമാണോ എന്നുള്ളത് ഇപ്പോഴും വിലയിരുത്താനായിട്ടില്ല. എന്തായാലും വളരെ ഒരു ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. അതായത് വാങ്കുവാറിലെ ലാംബു ലാംബു എന്ന് പറയുന്ന ഒരു ഫിലിപ്പിനോ ഫെസ്റ്റിവൽ ആണ്. അവരുടെ ഒരു തെരുവ് ഉത്സവമാണ് ഈ ലാംബു ലാംബു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഉത്സവത്തിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ആ ഒരു ജനക്കൂട്ടത്തിലേക്ക്, ആ ഉത്സവത്തിന് എത്തിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരു കറുത്ത SUV വണ്ടി ഇടിച്ചു കയറുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നത് പോലെ തന്നെ അതിൽ ആ ഒരു വണ്ടി ഇടിച്ചു കയറുന്നതിനിടയിൽ അതായത് ജനക്കൂട്ടങ്ങളുടെ ഇടയിലേക്കാണ് കയറുന്നത്. അപ്പോൾ എത്രയോ ആളുകൾ റോഡിൽ വീണ് കിടക്കുന്നതും അതുപോലെ തന്നെ എത്രയോ പേരെ സ്ട്രക്ചറിൽ എടുത്തു കൊണ്ടുപോകുന്നതും അത്രയും ദുഃഖകരമായ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലെ EV41 അവന്യൂ അതുപോലെ ഫ്രേസർ എന്ന് പറയുന്ന പരിസരത്താണ് ഈ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരുന്നത്. ആ ഒരു പരിസരത്തായാണ് ഈ കാർ വരുന്നതും അത് ആളുകൾ പ്രതീക്ഷിക്കാതെ, അവർ തിങ്ങി നിറഞ്ഞ ആ ഒരു ഉത്സവം ആഘോഷിക്കുന്നതിനിടയിൽ അവർ പ്രതീക്ഷിക്കാതെ ഈ ഒരു കാർ അവരുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. എന്തായാലും നിലവിൽ ഈ ഒരു അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റ്, നിരവധി മരണമുണ്ടെന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഔദ്യോഗികമായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു മരണമാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും മരണനിരക്ക് കൂടും. കാരണം അത്രയും ആളുകളാണ് ആ റോഡിൽ വീണു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ കനേഡിയൻ MP ആയ ഡോൺ ഡേവിസ് ഇതൊരു ആക്രമണമാണോ എന്ന് സംശയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി തൻ്റെ ഹൃദയം തകർന്നു പോയി, ഈ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ ഈ ഒരു സംഭവത്തിൽ തൻ്റെ ഹൃദയം തകർന്നു പോയി എന്നാണ് മാർക്ക് കാർണി തൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി, ഈ ഒരു അപകടത്തിനെ പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ആക്രമണമാണോ അപകടമാണോ അല്ല ഈ ഒരു ഡ്രൈവർ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഈ ഡ്രൈവർ കസ്റ്റഡിയിലാണ്. ഈ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് വിവരങ്ങൾ. ആതിര. ശരി വിസ്മയ. പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യക്ക് മുറിവേറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്രമണത്തിലെ ഇരകൾക്ക് നീതി